ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയൻസ് താഴെ കൊടുക്കുന്ന ഒബ്സർവേഷൻ്റെ വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേരിയൻസ് എന്താണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കൊടുത്തിരിക്കുന്ന ഒബ്സർവേഷൻ 6, 9, 10, 12, 14, 15, 16, 18, 21, 19. 6, 9, 10, 12, 14, 15, 16, 18, 21, 19. ഓക്കെ, മൊത്തം 10 ഒബ്സർവേഷൻസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ മീൻ ആദ്യം കണ്ടുപിടിക്കണം. മീൻ സത്യം പറഞ്ഞാൽ ഇതിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, കാരണം 10 ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സം എടുത്തിട്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് നല്ലത്. അപ്പം ഞാൻ സം എടുത്തു കഴിഞ്ഞാൽ 21, 19, 40, 40. ഓക്കെ, 21, 19, 40, പിന്നെ 18, 20, 30, 70. ദെൻ 16, 14, 30. അപ്പോൾ 70, 100. 15, ഇവിടെ ഒരു 15, 30. 130, 140. ഇതിൻ്റെ സമ്മ് വരുന്നത് 140. ഇതിൻ്റെ സമ്മ് 140. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. സോ അവിടുത്തെ മീൻ എന്ന് പറയുന്നത് 14 വരും. മീൻ എന്ന് പറയുന്നത് എത്ര വരും? 14 വരും. ഓക്കെ, ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് x - x ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ് ചെയ്യേണ്ടത്. അതായത് മീനിൽ നിന്നുള്ള വ്യത്യാസത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ മീന് 14ആണ്. 14ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം, 14ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം പോസിറ്റീവ് വ്യത്യാസം എടുത്താൽ മതി. 14ഉം 6ഉം തമ്മിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ വ്യത്യാസമാണ്. 8ൻ്റെ സ്ക്വയർ 64. സോ 14, അടുത്ത 14ഉം 9ഉം 5ആണ് 25. 14ഉം 10ഉം 4ആണ് 16. 14ഉം 2, 4. ദെൻ 0, ദെൻ 1, ദെൻ വീണ്ടും ഒരു 4. ദെൻ 14ഉം 18ഉം തമ്മിൽ 4ആണ് വ്യത്യാസം, 16. ദെൻ ഇവിടെയാണെങ്കിൽ 7ആണ് 49. ഇവിടെയാണെങ്കിൽ 5ആണ് 25. ഓക്കെ, ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 25ഉം 25, 50. ഓക്കെ, 16ഉം 4, 20. 16ഉം 64, 80. ഓക്കെ, 49ഉം 1, 50. പിന്നെ ഒരു എക്സ്ട്രാ 4. ഓക്കെ, കൂട്ടിക്കഴിഞ്ഞാൽ 80, 100, 200, 204, 204. സോ ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 204 ഡിവൈഡ് ബൈ 10, 20.4 ആയിരിക്കും വേരിയൻസ് ആയിട്ട് വരുന്നത്.